Good morning. Good morning, Miss. Good morning, ma'am. നമ്മള് ആംബുലൻസ് സർവീസ് അല്ലേ എടുത്തോണ്ടിരുന്നേ? അതെ. എവിടെ വരെ എടുത്തിരുന്നേ കഴിഞ്ഞ ക്ലാസ്സില്? എവിടെ വരെ എടുത്തേ? മറന്നുപോയോ? ഓണമൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും മറന്നുപോയോ എവിടെ വരെ എടുത്തേന്ന്? ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു. അതില് ഏതൊക്കെ ടൈപ്പ് എടുത്തേ? എയും ബിയും എടുത്തായിരുന്നോ? എയും ബിയും എടുത്ത്. ടൈപ്പ് എയും ടൈപ്പ് ബിയും എടുത്തില്ലേ? ടൈപ്പ് എയും ടൈപ്പ് ബിയും എടുത്തു അല്ലെ? അവിടെ വരെയല്ലേ നമ്മൾ നിർത്തിയത്? അവിടം വരെ. ഓക്കെ. അപ്പൊ എന്താണ് ടൈപ്പ് എ? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് എ ആംബുലൻസ് എന്താ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. എന്താണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് എ എന്ന് പറയുന്ന റോഡ് ആംബുലൻസിൽ വരുന്നത്? എന്തൊക്കെയാ വരുന്നത്? ആ ആംബുലൻസിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവില്ല. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. പിന്നെ ഈ കടപ്പിലായ പേഷ്യൻസ്, അതെ, സ്പൈനൽ കോഡ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നട്ടലിനൊക്കെ ഇഞ്ചുറി പറ്റിയ പേഷ്യൻസിനൊക്കെ നമുക്ക് ഒട്ടും അനക്കാതെയല്ലേ അവരെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും നമുക്ക് ഈ ടൈപ്പ് എ എന്ന് പറയുന്ന ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ CMVR പറഞ്ഞു അല്ലെ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത്രയല്ലേ നമ്മൾ ടൈപ്പ് എയിൽ പറഞ്ഞത്. ഇനി ടൈപ്പ് ബി എങ്ങനെയാണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്തിന് വരുന്നതാണ്? എന്താണ് അതിൽ പ്രധാനമായിട്ട് അവിടുത്തെ ഡ്യൂട്ടി? എന്താ ആംബുലൻസിന്റെ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പേരിൽ നിന്ന് തന്നെ പറയാലോ. പറഞ്ഞ ആരെങ്കിലും? പേഷ്യന്റ് ട്രാൻസ്പോർട്ടില് അവരുടെ ക്വാളിഫിക്കേഷൻ എമർജൻസി ആംബുലൻസിനേക്കാളും കുറച്ച് കുറവായിരിക്കും. ക്വാളിഫിക്കേഷൻസ് കുറവായിരിക്കും. പിന്നെ എന്താ പറഞ്ഞത് നമ്മള്? പ്രധാന ഡ്യൂട്ടി എന്താ? അവരത് ട്രാൻസ്പോർട്ട് ചെയ്യല് പേഷ്യൻസിനെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്ന സെന്ററിലേക്ക് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അല്ലെ. ഇവിടെ അർജന്റ് കെയർ വേണ്ട പേഷ്യൻസ് ആയിരിക്കോ ടൈപ്പ് ബി ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്? അല്ല അല്ലെ. നോൺ അർജന്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഡയാലിസിസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മറ്റ് മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ കിട്ടുന്ന കേന്ദ്രങ്ങളിലേക്ക് പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വാഹനമാണ്, ആംബുലൻസ് ആണ് ടൈപ്പ് ബിയിൽ വരുന്നത് അല്ലെ. ഇത്രയുമാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് സിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് സി, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ a vehicle designed for efficiency and comfort in the working environment, suitably equipped and suitable staffed for the transport and treatment of patients requiring non-invasive airway management or basic monitoring. ഇപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് സി ആയിട്ടായിരിക്കും, അതായത് ടൈപ്പ് എയും ബിയും നമ്മൾ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എ എന്ന് പറഞ്ഞു. രണ്ടാമത് നമുക്ക് എന്താണ്? ആ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ടൈപ്പ് സിയും ഡിയും വരുമ്പോ കുറച്ചും കൂടി ആ ആംബുലൻസിന്റെ ആ ഒരു സെറ്റപ്പ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവും. അതായത് ടൈപ്പ് സി എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പാകത്തിനുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകളോട് കൂടിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്
ടൈപ്പ് സിയിൽ വരുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, വെഹിക്കിൾ ഡിസൈൻഡ് ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു വർക്കിംഗ് എൻവിയോൺമെന്റ്, അപ്പൊ അവിടുത്തെ ആ ഒരു ആംബുലൻസിലെ സ്റ്റാഫുകള് അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞ ഏതാ, പേഷ്യൻസിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു ഏരിയ അല്ലെ, ആംബുലൻസിലുള്ള ആ പേഷ്യൻസിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു ഏരിയയില് പേഷ്യൻസിന് ആ ഒരു മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവർ ആ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവിയോൺമെന്റ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനും കംഫർട്ടബിൾ ആക്കാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും, അതായത് അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടൈപ്പ് സി ആംബുലൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിനെ സുഗമമായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ മെഡിക്കൽ കെയറുകളോ ഒക്കെ നമുക്ക് ഈ ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്. എന്താണ് നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഓക്സിജൻ സിലിണ്ടർ പോലെയുള്ളത്, ഈ ഫേസ് മാസ്കുകൾ ഘടിപ്പിച്ചിട്ട് നമ്മള് ഓക്സിജൻ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? നമ്മള് ഓക്സിജൻ കൊടുക്കുന്ന ഫേസ് മാസ്കിലൂടെ ഒക്കെ ഘടിപ്പിച്ചിട്ട് ഓക്സിജൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ശരി കൂടി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എന്താണ് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത പേഷ്യൻസ് അല്ല, കുറച്ചും കൂടി കെയർ വേണ്ടതായിട്ടുള്ള പേഷ്യൻസ്. അതെ, മുറിവുണ്ടാക്കാതെയാണ് കേട്ടോ. നോൺ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, മുറിവുണ്ടാക്കാതെ എന്താണ്, അതെ വെന്റിലേറ്ററിന്റെ സഹായമല്ല, ജസ്റ്റ് അവർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഫേസ് മാസ്കുകളൊക്കെ ഘടിപ്പിച്ച് നമുക്ക് ഓക്സിജന്റെ ഓക്സിജൻ കൊടുക്കാവുന്നതാണ്. അവിടെ യാതൊരു രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി അങ്ങനെയുള്ള എന്താണ് എയർവേ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഒരു ബേസിക് മോണിറ്ററിംഗ് ആണ്, അതായത് അവർക്കൊരു അടിസ്ഥാനപരമായിട്ട് അവരുടെ കാര്യങ്ങൾ, അതായത് BP ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അവർ നോർമൽ ആണോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് സി ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളാണ്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ്, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ആൻ ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്. ഇതിൽ വരുന്ന ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് സിയിൽ വരുന്നത് ഏതൊക്കെയാ? ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും, BP മോണിറ്റേഴ്സ് ഉണ്ടാവും, ആൻഡ് സ്റ്റെതസ്കോപ്പുകൾ ഉണ്ടാവും. ഇവയെല്ലാം ഈ ഒരു ആംബുലൻസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകളുടെ സഹായത്തോടു കൂടി അവരെ അടിസ്ഥാനപരമായിട്ട് അവരെ നിരീക്ഷിച്ച് നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് സി ആംബുലൻസ് എപ്പോഴും കുറച്ചും കൂടി ബാക്കി രണ്ടെണ്ണം നമ്മൾ എയും ബിയും പഠിച്ചതിനേലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അവിടെ ഇങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഓൾറെഡി ആംബുലൻസിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും, BP മോണിറ്ററുകൾ ഉണ്ടാവും, സ്റ്റെതസ്കോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് എന്താണ് ആ പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാം, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സും ഒക്കെ ഈ ഒരു ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരിക്കും. അതാണ് ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടൈപ്പ് സി ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്പ് ഡി, അതായത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അപ്പൊ ടൈപ്പ് ഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വരുന്നതാണ്. അപ്പൊ നോക്കി, ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്, കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. നമുക്ക് രണ്ടെണ്ണം ടൈപ്പ് സിയും ഡിയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. ടൈപ്പ് ഡി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ മറ്റൊരു പേരാണ് എന്താണ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. നമുക്കറിയാലോ ടൈപ്പ് ഡി എന്ന് പറയുന്നത് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏത് തരം പേഷ്യൻസിനെ ആയിരിക്കും? ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടൂലേ,
ഏതാ അതെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് കൂടുതലും നമുക്ക് ഈ ഒരു ടൈപ്പ് ബിയിൽ കെയർ കൊടുക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു നിരീക്ഷണം, അതായത് കുറച്ചും കൂടി അവരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ECG പോലെയുള്ളവ നോക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി എക്യുപ്മെന്റ്സുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. A vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management or intensive monitoring. So a vehicle designed ergonomically എന്ന് പറഞ്ഞാൽ പഠനാനുസൃതമായി, അതായത് വളരെയധികം ശ്രദ്ധ കൊടുത്തു കൊണ്ടുപോകേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ടൈപ്പ് ബി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് ഒരു പ്രോബ്ലം ഉള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ എന്താ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തൊക്കെയാണോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നിരീക്ഷിച്ച് അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ട്രീറ്റ്മെന്റുകളോ കെയർ മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ബി ആംബുലൻസ് എന്ന് പറയുന്നത്. എർഗണോമിക്കലി എന്ന് പറഞ്ഞാൽ പഠനാനുസൃതമായി അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണ്ട പേഷ്യൻസ് ആണ് അവർ. അങ്ങനെയുള്ള അവരുടെ ആ ഒരു മോണിറ്ററിങ് ചെയ്യണം. അതായത് ഇന്റൻസീവ് മോണിറ്ററിങ് എന്ന് പറയുന്നത് കുറച്ച് അധികം ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തില് ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യുക, അവരെ കൂടുതലായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും അവരുടെ നിരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ECG കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ പൾസ് ഓക്സിമീറ്റർ പോലെയുള്ളത് ഓക്സിജൻ ചെക്ക് ചെയ്യുക, ഓക്സിജൻ ലെവൽ അവരുടെ ആ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്യുക, നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആണ് ടൈപ്പ് ബിയിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ബിയിൽ കുറച്ചധികം എക്യുപ്മെന്റ്സുകളും പറയുന്നുണ്ട്. അതുപോലെ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മുറിവുണ്ടാകുന്ന രീതിയിൽ എന്താണ് അതെ ട്രക്കിയോസ്റ്റോമി അല്ലെങ്കിൽ എൻഡോട്രക്കിയോ ട്യൂബുകൾ, നമ്മുടെ ട്യൂബ് ഉപയോഗിച്ച് നമ്മുടെ ലെൻസിലേക്ക് എയർ പാസ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ അത് ചെറിയ രീതിയിലുള്ള ഒരു മുറിവും കാര്യങ്ങളും ഉണ്ടാക്കിയാണ് നമ്മൾ ആ ഒരു ട്യൂബ് ഇടുന്നത്. ഫേസ് മാസ്ക് പോലെയുള്ളത് ഘടിപ്പിച്ചല്ല, അല്ലാതെ എന്താണ് ട്യൂബുകളിലൂടെ ചെറിയ ഒരു എന്താണ് മുറിവുകൾ ഉണ്ടാക്കി ട്യൂബുകൾ ഘടിപ്പിച്ച് നമ്മൾ ആ ഒരു ലെൻസിലേക്ക് എയർ പാസ് ചെയ്ത് കൊടുക്കുന്ന അതാണ് എൻഡോട്രക്കിയോ ട്യൂബുകൾ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അവർക്കുള്ള ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പോലെയുള്ളവയൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കെയർ അത്രയ്ക്ക് കൂടുതൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ കണ്ടീഷനുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് സച്ച് ആസ്. ഇനി വരുന്ന ആ ഒരു എക്യുപ്മെന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഡിഫൈബ്രിലേറ്റേഴ്സ്. ഡിഫൈബ്രിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ബ്രാക്കറ്റിൽ തന്നെ ഓൾറെഡി അതിന്റെ ആ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ മെഷീൻ യൂസ് ടു റെസ്യൂം ദ ഹാർട്ട്. എന്താണ് റെസ്യൂം ചെയ്യുന്നതാണ്, പുനരാരംഭിക്കുക അല്ലെ. പുനരാരംഭിക്കുക എന്താണ്, ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ടിനെ പുനരാരംഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഡിഫൈബ്രിലേറ്റേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡിഫൈബ്രിലേറ്റേഴ്സ്? നമ്മള് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, തീരെ വയ്യാതെ ഇങ്ങനെ എന്താണ് ഹാർട്ട് ബീറ്റ് ഒക്കെ നഷ്ടമായിട്ട് മരിച്ചു ഇതാവുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഒരു അയൺ ബോക്സിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു രണ്ട് ഐറ്റം നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ അടുത്ത് വെച്ച് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ പൊങ്ങി താന്നു പോകുന്നത് കണ്ടിട്ടില്ലേ. ഒരു ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഒരു കറണ്ടാണ് അതിലേക്ക് പാസ് ചെയ്യുന്നത് ഹാർട്ടിലേക്ക്. അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് എന്താണ് അവർക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് പുനരാരംഭിക്കുക, ഹാർട്ടിന്റെ ഫംഗ്ഷൻ പുനരാരംഭിക്കാനായിട്ട് സഹായിക്കുന്ന കണ്ടിട്ടില്ലേ സിനിമകളിലൊക്കെ നമ്മൾ. അതാണ് ഡിഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പുനരാരംഭിക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഡിഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്
ECG മെഷീൻ. നമുക്കറിയാലോ ECG നമുക്ക് എന്തെങ്കിലും ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ECG എടുത്താണ് അതിൽ വേരിയേഷൻ ആണ് നോക്കുക അല്ലെ. അപ്പൊ ECG മെഷീനും ഈ ഒരു ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരിക്കും. യൂസ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സന്റെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്, അവന്റെ ആ ഒരു ഹാർട്ട് റേറ്റ് എത്രയുണ്ട്, അതിൽ വല്ല വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ഓൾവേസ് എപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെന്റിലേറ്റേഴ്സിന്റെ സഹായം ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും, ആൻഡ് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് ഓക്സിമീറ്ററുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കൂടുതലും പൾസ് ഓക്സിമീറ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ? ഓക്സിജന്റെ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ? അത് തന്നെ ഇവിടെയും എന്തിനു വേണ്ടിയിട്ടാ? വരുന്ന പേഷ്യൻസിന് അവരുടെ ബ്ലഡിൽ ഓക്സിജന്റെ എമൗണ്ട് കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരിക്കും. റെസിസിറ്റേഷൻ കിറ്റ്, അതായത് CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള എല്ലാ ടൂൾസും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് റെസിസിറ്റേഷൻ കിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ സക്ഷൻ മെഷീൻ. എന്തിനു വേണ്ടിയിട്ടാ സക്ഷൻ മെഷീൻ? ഈ കഫം പോലെയുള്ളവയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സക്ക് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു കളയാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള മെഷീൻസ് ആണ് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ നെബുലൈസറുകള്, BP അപ്പാരറ്റസ് ഒക്കെ ഇതിൽ വരുന്ന അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളാണ്. ഈ എക്യുപ്മെന്റ്സുകളുടെ പേരുകളും അതിന്റെ ആ ഒരു ഫങ്ഷൻസ് പറഞ്ഞിരിക്കുന്നതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്പ് D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ എന്താ പറയുന്നത്? ഇതിന് മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഇതിലെന്താണ്? ഇവിടെ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ പഠനാനുസൃതമായിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സുകൾ, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കെയറിന്റെ ഭാഗമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്തു? നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്നും അവർ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആംബുലൻസിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വേണ്ടതായിട്ടുള്ള ഏതൊക്കെ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ട് ഇതിനുള്ളിൽ വരുന്ന മെഷീൻസ് ഒക്കെ ഏതൊക്കെയാ? ഡീഫൈബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ഹാർട്ടിനെ പുനരാരംഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ECG മെഷീന്റെ സഹായമുണ്ട്, അതിന് വെന്റിലേറ്ററുകൾ ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും, പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും. അതുപോലെ റെസിസ്റ്റേഷൻ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള CPR പോലെയുള്ളവർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും അടങ്ങിയിട്ടുള്ള ഒരു റെസിസ്റ്റേഷൻ കിറ്റ് ഉണ്ടാവും. അതുപോലെ സക്ഷൻ മെഷീൻ ഉണ്ടാവും, കഫം പോലെയുള്ളവ വലിച്ചെടുത്ത് സക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നെബുലൈസർ ഉണ്ടാവും, ആൻഡ് BP അപ്പാരറ്റസ് ഒക്കെ ടൈപ്പ് D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? ടൈപ്പ് D ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ഫസ്റ്റ് ടൈപ്പ് C അല്ലേ ഡൗട്ട് ചോദിച്ചത്? ടൈപ്പ് C ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. ടൈപ്പ് C എന്താ പറഞ്ഞത്? നമ്മൾ ഇവിടെ അവിടെ ബേസിക് ആയിട്ടുള്ള അല്ലെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അതായത് ടൈപ്പ് Dയുടെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല, എന്നാൽ ടൈപ്പ് Aയും Bയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് എന്തായാലും അല്ലെ. അപ്പൊ നമുക്കറിയാമല്ലോ ആ ഒരു വെഹിക്കിൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, ആ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കാനും കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് C ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഏതൊക്കെ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത്? ഓക്സിജൻ സിലിണ്ടറുകള്, BP മോണിറ്ററുകള്, സ്റ്റെതസ്കോപ്പ് പോലെയുള്ള ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ ഈ ടൈപ്പ് C അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മളൊരു ബേസിക് മോണിറ്ററിംഗ്, അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നടത്തുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവർക്ക് ലഭ്യമാക്കി നൽകുന്നു. അത്രയുമുള്ള അഡ്വാൻസ്മെന്റ് ഉള്ള ഇത്രയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ആ ഒരു ടൈപ്പ് C ആംബുലൻസിൽ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ടൈപ്പ് Dയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി അല്ലെ, കുറച്ചും കൂടി മോർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ടൈപ്പ് Dയിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു മറ്റൊരു പേര് കൂടി എന്താണെന്ന് പറഞ്ഞു? കാർഡിയാക് കെയർ ആംബുലൻസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? Cയും Dയും
ഓക്കെ. നെക്സ്റ്റ് നമ്മളപ്പോ ടൈപ്പുകൾ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മള് 3 ടൈപ്പ് ആദ്യം നമ്മൾ പഠിച്ചു. റോഡ് ഗോയിങ് പഠിച്ചു, വാട്ടർ ഗോയിങ് പഠിച്ചു, എയർ ഗോയിങ് പഠിച്ചു അല്ലെ. അത് കഴിഞ്ഞ ഒരു 7 ഫങ്ഷണൽ ടൈപ്പുകൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് റോഡ് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസുകൾ 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടൈപ്സ് കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് അതിലുള്ള എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ എക്യുപ്മെന്റ്സ്, അതായത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ എക്യുപ്മെന്റ്സ് കൂടാതെ ആംബുലൻസുകൾ ജനറൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അവയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എക്യുപ്മെന്റ്സ് beside the equipments strictly used for the treatment of patients, ambulances should be fitted with a range of extra equipments which are used in order to ease patient care. This include ഇനി എന്താണ് പറഞ്ഞത്, നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റ്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളല്ല, അത് കൂടാതെ എന്താണ് ആംബുലൻസിൽ ചില കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളുടെ ആവശ്യകതകളുണ്ട്. അത് ഏതൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻസിന്റെ കെയർ കുറച്ചും കൂടി ഈസി ചെയ്യാൻ അല്ലെങ്കിൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഉള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു 7 അതും ഒരു 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു 7 സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതിന്റെ ഒരു മീനിങ് എന്താണ് അത് വരുന്നത് എന്നുള്ളത് ഒരു മീനിങ് അല്ലെങ്കിൽ ആ ഒരു കോമൺ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് കണ്ടു നോക്കി, 2-way റേഡിയോ. എന്താണ് 2-way റേഡിയോ? 2-way റേഡിയോ എന്താണ്? നമ്മൾ വാക്കി ടോക്കി ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? വാക്കി ടോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മളെല്ലാം കൂടുതലും അങ്ങനെയുള്ള ഫീൽഡ്, ഇപ്പൊ പോലീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ വാക്കി ടോക്കി യൂസ് ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടോ ഇവിടെ 2-way റേഡിയോ എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് വൺ മോസ്റ്റ് important piece of equipment in present day emergency medical services, since it allows for the issue of jobs to the ambulance and can permit the crew to pass information back to control or to the hospital. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്, ആംബുലൻസിലെ സ്റ്റാഫുകളും ഹോസ്പിറ്റലിലെ ആളുകളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ അല്ലേ എന്താണ് നടക്കുന്നത്. അതായത് നമ്മൾ നേരിട്ട് കണ്ടല്ല, മൗത്ത് ടു മൗത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ 2-way റേഡിയോയിൽ നടക്കുന്നത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആംബുലൻസിലുള്ള സ്റ്റാഫുകളും തമ്മിൽ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് 2-way റേഡിയോയിലൂടെ നടക്കുന്നത്. That, for example, a priority message to warn the hospital of the imminent arrival of a critical patient. Imminent എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തെത്തി അല്ലെങ്കിൽ ഉടനെ എത്തുന്ന എന്നുള്ളൊരു മീനിങ് ആണ് imminent. അതായത് ഇപ്പൊ ഒരു പ്രയോറിറ്റി മെസ്സേജ് കൊടുക്കുക. എന്താണ് ഒരു പ്രയോറിറ്റി മെസ്സേജ്? ഒരു മുന്നൊരുക്കത്തിനുള്ള ഒരു വാർണിംഗ് മെസ്സേജ്. അല്ലെങ്കിൽ എന്താണ് പറയാ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റുമായിട്ട് ഒരു ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. ഒരു നമ്മൾ ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമല്ലോ ഏറ്റവും ആദ്യം പോവുക. അപ്പൊ ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ആംബുലൻസിലുള്ള സ്റ്റാഫുകള് ആ ഹോസ്പിറ്റലുകാരുമായിട്ട് ഈ 2-way റേഡിയോയിലൂടെ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, ഉടനെ അവിടെ എത്താറായി. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ പേഷ്യന്റിന് ഒട്ടും സമയം നമുക്ക് അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സമയം ഒട്ടും നമുക്ക് കളയാനില്ല അല്ലെ. അപ്പൊ ആ പേഷ്യന്റിനെയും കൊണ്ട് അവിടെ എത്തുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആ ഹോസ്പിറ്റലുകാര് സജ്ജമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തി അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അപ്പൊ അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചോളൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആ ആംബുലൻസിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലുകാരുടെ സ്റ്റാഫുകളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ. ക്ലിയർ ആയോ 2-way റേഡിയോ? ഇവിടെ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അത് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസിലെ സ്റ്റാഫുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ. കിട്ടിയോ നമ്മൾ വാക്കി ടോക്കിയൊക്കെ പോലെ? ഓക്കെ, ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ.
മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്താന്ന് നോക്കി. സം ആംബുലൻസസ് ആർ എക്യുപ്ഡ് വിത്ത് മൊബൈൽ ഡേറ്റ ടെർമിനൽസ് ആ MDTS. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് MDTS എന്നുള്ളത്? മൊബൈൽ ഡേറ്റ ടെർമിനൽസ് എന്നാണ്. Which are linked without wire to a central computer, usually at the control center. Our control center എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കൺട്രോൾ സെന്ററുമായിട്ട് വയർലെസ് വിത്തൗട്ട് വയർ ആയിട്ട് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഈ ഒരു ആംബുലൻസിനുള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ ഒരു സ്ക്രീൻ പോലെ, അതായത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെയുള്ള ഇത് നമ്മുടെ ആ ഒരു ആംബുലൻസിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സ്ക്രീനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ കണ്ടുകൊണ്ട്, അതായത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ടൂ-വേ റേഡിയോ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത് അല്ലെ. എന്നാൽ ഇവിടെ അതായത് മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുമ്പോ അവിടെ ആ ഒരു ടൂ-വേ റേഡിയോയുടെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മൊബൈൽ ഡേറ്റ ടെർമിനൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൗത്ത് ടു മൗത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൗത്ത് ടു മൗത്ത് അല്ലാതെ നമുക്ക് കണ്ടുകൊണ്ട് നേരിട്ട് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് കൈമാറാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പൊ ചില എല്ലാ ആംബുലൻസുകളിലും ഇല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസുകളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള മൊബൈൽ ഡേറ്റ ടെർമിനലുകൾ കാണുന്നത്. വെച്ച് എന്താണ് നോക്കി, ദ ടെർമിനൽസ് can function in place of alongside or in the two-way radio and can be used to pass details of work to the crew and can log the time to the crew as mobile to a patient arrived and left the screen or fulfill any other computer-based function. അപ്പൊ ഈ ഒരു മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്തിനു പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്? ടൂ-വേ റേഡിയോയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ടൂ-വേ റേഡിയോയിൽ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതെങ്കിൽ മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ, അതായത് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ ആ ഹോസ്പിറ്റൽ ക്രൂവിന് നമുക്ക് അവിടെ ഇരുന്ന് കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും ഈ സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താണ് ടൂ-വേ റേഡിയോയുടെ അപ്പൊ ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടുകൊണ്ട് റെക്കോർഡൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ടൂ-വേ റേഡിയോയും മൊബൈൽ ഡേറ്റ ടെർമിനലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടൂ-വേ റേഡിയോയിലെ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുമ്പോൾ അവിടെ ഇൻഫർമേഷൻസ് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ കെയറുകളും കൊടുക്കാനും സാധിക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് വൺ ആണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV. ഇനി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ CCTV ഒക്കെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിലോ സ്റ്റാഫുകളോ എവിടേക്കും നമ്മൾ CCTV ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് അല്ലെ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇല്ലേ CCTV? എന്തിനു വേണ്ടിയാ CCTV നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ CCTV ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാ നമ്മൾ CCTV യൂസ് ചെയ്യുന്നത്? അതെ, വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് അതല്ലേ, നമുക്ക് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ CCTV ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആംബുലൻസിലും ഇതുപോലെ എവിഡൻസ് ഗ്യാതറിംഗ് CCTVകൾ ഉണ്ട്. അതായത് സം ആംബുലൻസസ് ആർ നൗ ബീങ് എക്വിപ്ഡ് വിത്ത് വീഡിയോ ക്യാമറാസ് which are used to record activity either inside or outside the vehicle. അപ്പൊ ഈ CCTV എന്ന് പറയുന്നത് നമ്മുടെ ആംബുലൻസിന് പുറത്തും അകത്തും നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് വീഡിയോ ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾസോ ബി titled with sound recording facilities. അതുപോലെ തന്നെ എന്തൊക്കെയാണ് സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള CCTV ക്യാമറകളാണ് നമ്മൾ ഇവിടെ ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആംബുലൻസിനുള്ളിൽ നടക്കുന്നതും പുറത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓൾറെഡി എന്തായിരിക്കും? വീഡിയോ ആൻഡ് സൗണ്ട് ഉൾപ്പെടെ റെക്കോർഡഡ് ആയിരിക്കും. They may also be, then this can be used as a protective measure. അല്ലെ, ഇതൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്.
from violence against ambulance crew. ഇപ്പൊ ഒരു ആംബുലൻസ് ക്രൂവിനെതിരെ, ആംബുലൻസിലുള്ള സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവർക്കെതിരെ എന്തെങ്കിലും വയലൻസ് എന്ന് പറയുന്നത് ആക്രമണം അല്ലെ, ആക്രമണങ്ങൾ എന്തെങ്കിലും അക്രമമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു CCTV ക്യാമറയുടെ ആ റെക്കോർഡ് സഹായിക്കും അല്ലെ. ഇപ്പൊ അവർക്ക് ഇതിനെതിരെ എന്തെങ്കിലും തെളിവുകൾ കാര്യങ്ങൾ അവർക്കൊരു എവിഡൻസ് ആയിട്ട് ഈ ഒരു റെക്കോർഡ് കാണിച്ചു കൊടുക്കാലോ. അതുപോലെ തന്നെ or in some cases depend on local laws to manifest or refute cases where a member of the crew stands accused of wrongdoings. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രകടമായ, റിഫ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നിരസിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക. where a member of the crew stands accused of wrongdoing. accused എന്ന് പറഞ്ഞാൽ എന്താ, കുറ്റപ്പെടുത്തുക. അപ്പൊ ഇവിടെ റോങ് ഡൂയിങ്സ്, അതായത് ഇപ്പൊ ആ ഒരു ആംബുലൻസിലുള്ള ക്രൂ ഉണ്ടല്ലോ, ആംബുലൻസിലുള്ള ജീവനക്കാര് വരുന്ന പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോടോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ, റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ അതിനെതിരെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അത് നിരസിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ ഒരു CCTV റെക്കോർഡിംഗ് വഴി സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ആ ഒരു ക്രൂവിലുള്ള ആളത് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇവർ അങ്ങനെ ഒരു ചെയ്തു എന്ന് ആരോപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എവിഡൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രൂവ് ചെയ്യാലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആംബുലൻസിൽ പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസും അകത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്യാനായിട്ട് വീഡിയോ ക്യാമറാസ് വിത്ത് സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉള്ള CCTVകളാണ് യൂസ് ചെയ്യുന്നത്. അതുവഴി ആംബുലൻസിലുള്ള ക്രൂവിനെതിരെയുള്ള എന്തെങ്കിലും ആക്രമണം ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ആംബുലൻസിലുള്ള ക്രൂ മറ്റുള്ളവർക്ക്, അതിന്റെ പേഷ്യൻസിനോടോ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോടോ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പെരുമാറി എന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നിരസിക്കാനായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? തേർഡ് വൺ ക്ലിയർ ആയോ? ഓരോന്നും ക്ലിയർ ആക്കി പോകുന്നതെന്ന് വെച്ചാൽ ഒത്തിരി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കിയേ, ചെയിൻ ലിഫ്റ്റ് ഓർ റാമ്പ്. ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചരിഞ്ഞ ഒരു റാമ്പ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ, വീൽ ചെയർ ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ട് എന്താണ് സ്റ്റെപ്പിന്റെ ഒക്കെ സൈഡിലായിട്ടൊരു റാമ്പുകള് ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? അത് തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസിനും അങ്ങനെയുള്ള റാമ്പ് അല്ലെങ്കിൽ ലിഫ്റ്റ്, ചെയിൻ ലിഫ്റ്റ്, ഇത് പൊക്കി കയറ്റും, നമുക്ക് ആ എടുത്ത് പൊക്കി കയറ്റേണ്ട ഒരു അവസ്ഥയില്ല അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് സുഗമമായിട്ട് അതിന്റെ ഉള്ളിലേക്ക്, ആംബുലൻസിനുള്ളിലേക്ക് ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നേരെ തള്ളി നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. ആംബുലൻസസ് ക്യാൻ ബി എക്യുപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് ഇൻ ഓർഡർ ടു facilitate loading a patient without having to take up any lifting. അതായത് ആളുകളെ, പേഷ്യൻസിനെ നമുക്ക് എടുത്തു പൊക്കി കയറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പകരം ആ പേഷ്യന്റിനെ ആംബുലൻസിനുള്ളിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സുഗമമാക്കുന്ന ഒരു മെത്തേഡാണ് ഈ റാമ്പുകൾ അല്ലെങ്കിൽ ചെയിൻ ലിഫ്റ്റ് ഘടിപ്പിക്കുക എന്നുള്ളത്. ദിസ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് where the patient is obese അല്ലെ. ഇതിന് വണ്ണം കൂടിയ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഒട്ടും എടുത്ത് പൊക്കി ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസ്, അതുപോലെ സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കേണ്ട, അതായത് ട്രാൻസ്പോർട്ട് ലാർജോ വളരെ വലുതായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. സച്ച് ആസ് നിയോനൈറ്റൽ ഇൻക്യുബേറ്റർ. നിയോനൈറ്റൽ ഇൻക്യുബേറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? മാസം തികയാതെ ജനിച്ച കുട്ടികൾ അല്ലെ, അവരെ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന ആ ഒരു ഇൻക്യുബേറ്ററിനെ വിളിക്കുന്ന പേരാണ് നിയോനേറ്റൽ ഇൻക്യുബേറ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഇൻക്യുബേറ്ററുകളൊക്കെ കുറച്ച് എന്താണ് വലിപ്പമുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് മുകളിൽ ആ ഒരു ആംബുലൻസിനെ കയറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തു പൊക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഹോസ്പിറ്റൽ ബെഡോട് കൂടി ചില പേഷ്യൻസിന് നമുക്ക് അനക്കാതെ ആ ബെഡോട് കൂടി തന്നെ കൊണ്ടുപോകേണ്ട കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ മാറ്റിക്കെടുത്താനും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര പറ്റാത്തൊരു കേസുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എടുത്തു കയറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകളുടെ സഹായത്തോടു കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ആംബുലൻസിന്റെ ഉള്ളിലേക്ക് അവരെ ലോഡ് ചെയ്യാനും തിരിച്ച് അവരെ അതിൽ നിന്നും അൺലോഡ് ചെയ്യാനും ഇറക്കാനായിട്ട് സഹായിക്കും. There may also be equipped connected with this such as hinges which are formed to pull weighty patients into the vehicle. അതുപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് hinges എന്ന് പറഞ്ഞ പടികൾ, അതായത് പടികൾ സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ പടികൾ പോലെ
പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ഒരു എക്യുപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്കൊരു ഇതില് ആ ഒരു ചെയർ പോലെയുള്ള, അതായത് സ്റ്റെപ്പ് കയറ്റി വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് വെയിറ്റ് ഉള്ള പേഷ്യൻസിനേക്ക് ഇരുത്തി അവരെ പുള്ളിയിട്ട് അല്ലെങ്കിൽ തള്ളി നമുക്ക് വിട്ടാൽ മതി. എടുത്ത് കഴിച്ചിട്ടുണ്ട ആ ഇതിലൂടെ തള്ളി ഒന്ന് വിട്ടു കഴിഞ്ഞാൽ മുകളിലേക്ക് ആ പേഷ്യൻസ് ആ വാഹനത്തിനുള്ളിലേക്ക് എന്താണ് ഈസി ആയിട്ട് കയറി പോകാനായിട്ട് സഹായിക്കും. നിങ്ങൾ അതിന്റെ താഴെയുള്ള ആ ഒരു പിക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ കാണിച്ചിരിക്കുന്ന ആംബുലൻസിന്റെ പിക്ചർ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നില്ലേ പിക്ചർ? നോക്കിയ പിക്ചറില് കണ്ടോ? ആ ഒരു യെല്ലോ കളർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ നിന്ന് എന്താണ് താഴേക്ക് നമുക്ക് ആ ഒരു താഴേക്ക് ആ ഒരു ലിഫ്റ്റ് പോലെ അല്ലെങ്കിൽ റാമ്പുകൾ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിലേക്ക് അത് ആ ഒരു എന്താണ് നമ്മുടെ റോഡിന്റെ ആ ഒരു അതേ ഒരു പൊസിഷനിൽ തന്നെ കിടക്കുകയും അതിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ആ രോഗികളെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിച്ചു വെക്കുകയും അത് ആ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അല്ലെ. അപ്പൊ അത് തിരിച്ച് അതിനുള്ളിലേക്ക് ഈസി ആയിട്ട് ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിനെ കഴിച്ചു വെക്കുകയും തിരിച്ചത് അതേ പൊസിഷനിലേക്ക് തന്നെ മടക്കി നമുക്ക് വെക്കാനോ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളാണ് ഈ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമുകൾ. അപ്പൊ പുതിയ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എടുത്തു നോക്കി നമ്മൾ കഴിച്ചേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാല് ബിസൈഡ്സ് നോർമൽ വർക്കിംഗ് ലൈറ്റ്, നമ്മുടെ നോർമൽ ആയിട്ട് ആംബുലൻസിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവും അല്ലെ, വർക്കിംഗ് ലൈറ്റ് ഉണ്ടാവും. ആംബുലൻസസ് ക്യാൻ ബി ഫിറ്റഡ് വിത്ത് സ്പെഷ്യൽ ലൈറ്റിംഗ്, ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓഫൺ ബ്ലൂ ഓർ റെഡ് കളർ, ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള സ്പെഷ്യൽ ലൈറ്റിങ്ങുകൾ ഈ ആംബുലൻസിനുള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് ബിക്കംസ് ഫോട്ടോ സെൻസിറ്റീവ്. അതായത് നോർമൽ ആയിട്ടുള്ള ലൈറ്റ് പറ്റാതെ വരുന്ന, അവർ സെൻസിറ്റീവ് ആ ലൈറ്റിനോട് സെൻസിറ്റീവ് ആവാൻ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ റാഷസ് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ലൈറ്റിംഗ് പറ്റാതെ വരുന്നവർക്ക് ആ ഒരു ആംബുലൻസിനുള്ളിൽ ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ബ്ലൂവോ അല്ലെങ്കിൽ റെഡ് കളറോ ഒക്കെ ആയിരിക്കും. ആ സ്പെഷ്യൽ ലൈറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ലൈറ്റ് പറ്റാതെ വരുന്ന പേഷ്യൻസിന് അവർക്ക് ആംബുലൻസിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലൈറ്റിങ്ങുകളാണ് ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറുള്ള സ്പെഷ്യൽ ലൈറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസസ് ആർ ആക്ച്വലി equipped with a separate air conditioning system to the working area from that which serves the cab. ആ ഒരു വാഹനത്തില് ആ പേഷ്യൻസിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു വർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ എന്താണ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. This helps to keep a suitable temperature for any patients being treated, but may also have an extra feature such as filtering against airborne pathogens. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? This helps to keep a suitable ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, ആ വരുന്ന പേഷ്യൻസിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ but may also have an extra features such as filtering against airborne pathogens. അപ്പൊ വായുവിലൂടെയൊക്കെ പകരുന്ന രോഗകാരികളില്ലേ, അപ്പൊ അങ്ങനെയുള്ള എയർബോൺ പാത്തോജൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ടും നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എയർ കണ്ടീഷനിങ് ഏത് ഏരിയയിലാണ് ചെയ്യുന്നത്? ആ ഒരു വാഹനത്തിന്റെ വർക്കിംഗ് ഏരിയ, അതായത് പേഷ്യൻസിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു ഏരിയയിൽ എയർ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടാവും. അത് ആ പേഷ്യൻസിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എയർബോൺ ആയിട്ടുള്ള പാത്തോജൻസ് നമ്മുടെ വായുവിലൂടെ പകരുന്ന രോഗാണുക്കളിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ് എന്തിനു വേണ്ടിയാ? These are often set in ambulances to record such details. ഈ ഒരു ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞ ആംബുലൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ കുറച്ച് റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിനാണ് ഈ ഒരു ഡേറ്റ റെക്കോർഡ് ഉള്ളത്. അതായത് സച്ച് ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നോക്കിയേ? സ്പീഡ്, ആ ഒരു വാഹനത്തിന്റെ സ്പീഡിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ വേണം.
അതുപോലെ ബ്രേക്കിംഗ് പവർ, ആ സ്റ്റോപ്പ് ആവുന്നത്, അതായത് ബ്രേക്ക് പിടിക്കുന്നത് എവിടെയാണ്, എവിടെയൊക്കെയാണ് ആ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര സമയം കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗ്സ് സച്ച് ആസ് ലൈറ്റ്സ് ആൻഡ് സൈറൻസ് ആൻഡ് സീറ്റ് ബെൽറ്റ് യൂസേജ്. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള എമർജൻസി വാർണിംഗുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ലൈറ്റ് സൈറനുകളൊക്കെ കണ്ടിട്ടില്ലേ ആംബുലൻസ് പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള എമർജൻസി വാർണിംഗുകൾ, ലൈറ്റോ സൈറനുകൾ പോലെയുള്ള ആക്റ്റീവ് എമർജൻസി വാർണിംഗുകൾ എപ്പോഴൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ആക്ടിവേറ്റ് ആക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ വേണം. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് യൂസേജ്, സീറ്റ് ബെൽറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഈ ഡേറ്റ റെക്കോർഡ് ഉൾപ്പെടുത്തിയിരിക്കണം. അത് കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും വേണം. These are often used integrated with the GPS unit. എന്താണ് GPS യൂണിറ്റ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ. എന്തിനു വേണ്ടിയാ GPS നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാ GPS യൂസ് ചെയ്യുന്നത്? എന്തിനാ? അതെ, ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെ, കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ GPS ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് GPS-ന്റെ സഹായം, GPS-ഉം അതുമായി ബന്ധപ്പെട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡേറ്റ റെക്കോർഡ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആംബുലൻസിലെ റെക്കോർഡുകൾ, എന്തൊക്കെ റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നതെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട റെക്കോർഡുകൾ ഏതൊക്കെയാ? സ്പീഡ്, ആ ആംബുലൻസിൽ സ്പീഡ്, അതുപോലെ ബ്രേക്കിന്റെ സമയം, അതുപോലെ എത്ര പ്രാവശ്യം അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, എത്ര സമയം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ എടുക്കുന്നുണ്ട്, അതുപോലെ എത്ര തവണ ആ ഒരു വാർണിംഗ് എമർജൻസി വാർണിംഗുകളായിട്ടുള്ള ലൈറ്റും സാരങ്ങളും ഒക്കെ എത്ര പ്രാവശ്യം ആ ഒരു ആംബുലൻസിൽ ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്, അതുപോലെ സീറ്റ് ബെൽറ്റിന്റെ യൂസേജ് എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം. അതാണ് ഡേറ്റ റെക്കോർഡിൽ വരുന്നത്. These are often used integrated with the GPS unit. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് GPS-കളും ഘടിപ്പിച്ചിട്ടുണ്ടാവും, കൃത്യമായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയ ജസ്റ്റ് വേഗം ഒന്ന് വായിച്ച് നോക്കാട്ടെ നമുക്ക് ആ ഒരു എക്യുപ്മെന്റ്സ് എന്താന്നുള്ളത്. അതായത് ആംബുലൻസില് നമ്മുടെ ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടി അല്ലാതെ പുറമെ ബാക്കി മറ്റ് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ? ടൂ വേ റേഡിയോ. ടൂ വേ റേഡിയോ എന്തിനു വേണ്ടിയിട്ട്? ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ആംബുലൻസിലെ സ്റ്റാഫുകളും തമ്മിൽ ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂ വേ റേഡിയോ യൂസ് ചെയ്യുന്നത്. ഇനി മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുമ്പോൾ എന്താ പ്രത്യേകത? ഇവിടെ അത് ടൂ വേ റേഡിയോയ്ക്ക് പകരം ചില ആംബുലൻസുകൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ അല്ലെങ്കിൽ MDTS എന്ന് പറയുന്നത്. ഇതിലെന്താണ്? നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി CCTV, എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്തിനു വേണ്ടിയിട്ടാണ്? വീഡിയോയും സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആംബുലൻസിനുള്ളിലുള്ളതും പുറത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV ഉള്ളത്. അതുപോലെ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്തിനു വേണ്ടിയിട്ടാ? ഒത്തിരി വണ്ണം കൂടിയ പേഷ്യൻസോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വലിയ എക്യുപ്മെന്റ്സുകളോ അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ബെഡുകൾ ഉൾപ്പെടെ കൊണ്ടുപോയ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസിനുള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും തിരിച്ച് അൺലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടാണ് നമ്മൾ ഈ റാമ്പുകൾ ഉപയോഗിക്കുന്നത്. ദെൻ ട്രോമ ലൈറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ലൈറ്റ് പറ്റാതെ വരുന്ന പേഷ്യൻസിന് അവർക്ക് ആ ഒരു ആംബുലൻസിനുള്ളിൽ സ്പെഷ്യൽ ലൈറ്റിങ്ങുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ലൈറ്റിങ്ങുകളായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ എയർ കണ്ടീഷനിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടി? ആ പേഷ്യൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എയർബോൺ ആയിട്ടുള്ള എയറിലൂടെ പകരുന്ന രോഗാണുക്കളുള്ള എയർബോൺ പാത്തോജൻസിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് അതിനെയൊക്കെ തടയാനായിട്ട് ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പറഞ്ഞതാണ് ഡേറ്റ റെക്കോർഡ്സ്. ഇതിൽ എന്തൊക്കെ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്? സ്പീഡ്, അതുപോലെ ബ്രേക്കിംഗ് പവർ എത്രയുണ്ട്, എത്ര പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ,
എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് നമ്മൾ സ്ഥലത്ത് നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത്, അതുപോലെ എത്ര പ്രാവശ്യം ലൈറ്റ് സൈറൻ പോലെയുള്ള ആക്റ്റീവ് എമർജൻസി വാണിങ്ങൾ ആക്ടിവേറ്റ് ആക്കി എന്നുള്ളത്, സീറ്റ് ബെൽറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ GPS സിസ്റ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും നമ്മുടെ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്, നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കി, പാസീവ് വിഷ്വൽ വാർണിങ്സ്. ഇനി വരുന്നത് കുറച്ച് വാർണിങ്ങുകൾ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചർ ഒക്കെ എവിടെ കണ്ടിട്ടുള്ളത് എവിടെയാ? ഈ പിക്ചർ നിങ്ങൾ എവിടെയാ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒക്കെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പിക്ചർ കണ്ടിട്ടുണ്ടോ? ആംബുലൻസിന്റെ പുറമെ അല്ലെ, ആംബുലൻസിന്റെ ഇത് നമ്മുടെ ആംബുലൻസിന്റെ പുറമെ നമ്മളിവിടെ കൂടുതലും കണ്ടിരിക്കുന്ന ഈ ഗ്രീനും യെല്ലോ അല്ല, റെഡും വൈറ്റും ഒക്കെ അല്ലേ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആംബുലൻസിനും മുകളിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ സ്റ്റാർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ചിഹ്നം കണ്ടോ, സ്റ്റാർ ഓഫ് ലൈഫ്. ഇത് നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളത്? ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ചിഹ്നമൊക്കെ, ആ ഒരു സിമ്പിൾ അല്ലെ, കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ റെഡ് ക്രോസിന്റെ ചിഹ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്കൂളുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ റെഡ് ക്രോസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവര് ആ ഒരു യൂണിഫോമിൽ തന്നെ ആ ഒരു ചിഹ്നം ഉണ്ടാവും അല്ലെ, റെഡ് ക്രോസിന്റെ ഒക്കെ ചിഹ്നം കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചത്? അതുപോലെ റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്, ഇതൊക്കെ നമ്മുടെ ഒരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വയ്ക്കുന്ന സിംബലുകളാണ് കേട്ടോ. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വയ്ക്കുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും കാണപ്പെടുന്ന സിംബലുകളാണ് ഈ പാസീവ് വിഷ്വൽ വാർണിങ്ങുകൾ അല്ലെങ്കിൽ സിംബലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വയ്ക്കുന്ന കോമൺ സിംബലുകളാണ് ഇവ. അപ്പൊ ഇങ്ങനെയുള്ള ആംബുലൻസ് എന്നുള്ളതൊക്കെ നമ്മുടെ ആംബുലൻസിന്റെ ഒക്കെ പുറമേ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സിംബൽസ് ഒക്കെ പാസീവ് വിഷ്വൽ വാർണിങ്ങുകളാണ്. അതായത് നമ്മൾ ആംബുലൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങളിലേക്ക് മുകളിലോ ഹോസ്പിറ്റലുകളില് അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകളുടെ ഒക്കെ ഡ്രസ് യൂണിഫോമിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സിംബലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിങ്ങുകളാണ്, ആക്റ്റീവ് അല്ല, പാസീവ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു സിംബൽ ഉപയോഗിച്ചിട്ട് അവിടെ ഇങ്ങനെയുള്ള എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫാണ് അല്ലെങ്കിൽ ആ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്നുള്ളത് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പാസീവ് വിഷ്വൽ സിംബൽസ് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിങ്ങുകളാണ് ഈ സിംബലുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്. അപ്പൊ ഇങ്ങനെയുള്ള സിംബലിന്റെ പേര് മാത്രം നിങ്ങളൊന്ന് പേരും ആ ഷേപ്പും ഒന്നും മനസ്സിലാക്കി വെക്കാം കേട്ടോ. എനിക്ക് ചോദിക്കാം, ആ ഒരു സിംബൽ തന്നിട്ട് ഇത് ഏത് സിംബലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സിംബലിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് ആദ്യത്തെ പേരെന്താ? സ്റ്റാർ ഓഫ് ലൈഫ്. രണ്ടാമത്തെ വരുന്ന ആ ഒരു പ്ലസ് പോലെ ഇരിക്കുന്ന ആ ഒരു റെഡ് കളറിലുള്ളതാണ് റെഡ് ക്രോസിന്റെ ചിഹ്നം. തേർഡ് വൺ ആണ് റെഡ് ക്രസന്റ്. ഫോർത്ത് വൺ ആണ് മാൾട്ടീസ് ക്രോസ്. അപ്പൊ അത് ആ ഒരു ജസ്റ്റ് ആ പേരുകൾ മാത്രം തന്നിട്ടുള്ളൂ. ആ പേര് മാത്രം ഏതാണ് സിംബലും അതിന്റെ പേരൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ഈ ആംബുലൻസിന്റെ ഈ ഒരു പാറ്റേൺ കണ്ടോ? ആ ഒരു പാറ്റേൺ വിളിക്കുന്നതാണ് ബാറ്റൺബർഗ് മാർക്കിങ്സ്. ഈ ഒരു പാറ്റേൺ വിളിക്കുന്നത്, അതായത് ഈ ഒരു മാർക്കിംഗ് കണ്ടോ, അതായത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് രണ്ട് കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ അല്ലെ. ആ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ബാറ്റൺബർഗ് മാർക്കിംഗ്, പാറ്റേൺ ഓഫ് ഹൈലി വിസിബിലിറ്റി മാർക്കിംഗ് അല്ലെ. നമുക്ക് പെട്ടെന്ന് കണ്ട് വിസിബിൾ ആവുന്നത്, പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്കിംഗ് ആണിത്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ ബാറ്റൺബർഗ് മാർക്കിങ്സ്. ബാറ്റൺബർഗ് മാർക്കിങ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്തൊക്കെയാ നോക്കിയേ. നെക്സ്റ്റ്, പാസീവ് വിഷ്വൽ വാർണിങ്സ് ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് എ വെഹിക്കിൾ ആൻഡ് ദ യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആർ ഇൻവോൾവ്ഡ്. ഇവിടെ പാസീവ് വിഷ്വൽ വാർണിംഗ് അല്ലെങ്കിൽ ബാറ്റൺബർഗ് മാർക്കിംഗിൽ തന്നെ നോക്കി നിങ്ങൾ ഇവിടെ ആ ഒരു ഡിസൈൻ, അതായത് വെഹിക്കിൾ വാഹനം രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഒരു ആംബുലൻസ് ആണെങ്കിൽ അതിന് പുറമെ ആംബുലൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാറ്റേൺസ് അതിന് പുറമെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിന്റെ പുറമെ ഇങ്ങനെയുള്ള പാറ്റേൺസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നമ്മളൊക്കെ ആംബുലൻസ് കണ്ടിട്ടുള്ളവരല്ലേ? ഇപ്പൊ ഇതിന് പുറമേ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി കാണുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് എന്തിനു വേണ്ടി അതൊരു പാസീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ വാർണിംഗ് ആ ഒരു വെഹിക്കിൾ ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആർ ഇൻവോൾവ്ഡ്. കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുത്തിയിട്ട് അതെന്താ ആ ഒരു കളർ മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അതായത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് എത്ര ദൂരം നോക്കിയാലും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് കളറുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്താണ് നമ്മുടെ ആ ഒരു പാറ്റേൺ രൂപീകരിച്ചിരിക്കുന്നത്. ഓൾഡർ ആംബുലൻസസ് ആൻഡ് ദോസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് മോർ പ്രോബബ്ലി ടു ഹാവ് ദെയർ പാറ്റേൺ പെയിന്റഡ് ഓൺ. ഇനി ഓൾഡർ ആയിട്ടുള്ള പഴയകാല ആംബുലൻസുകളിൽ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഈ ഒരു പാറ്റേൺ ഒക്കെ പെയിന്റ് ചെയ്ത് ജസ്റ്റ് പെയിന്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകൾ വന്നതോടുകൂടി modern ambulances normally carry reflective designs which reflect light from car headlights or torches. അപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എന്ന് പറയുക അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് അവർ ആ ഒരു വാഹനം ഉണ്ടാക്കുന്ന ഫോം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു മാർക്കിങ്ങും കാര്യങ്ങളും ജസ്റ്റ് രണ്ട് സൈഡിലും പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാൽ മോഡേൺ ആംബുലൻസ് വന്ന സമയത്ത് അവിടെ എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോർമൽ ആയിട്ട് പെയിന്റ് ചെയ്യുന്നതിന് പകരം അവരൊരു റിഫ്ലക്റ്റീവ് ഡിസൈൻ ആയിട്ട് കൊണ്ടുവന്നു. എന്താണ് റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാല് പ്രതിഫലിക്കുക അല്ലെ, പ്രതിഫലിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. വിച്ച് റിഫ്ലക്ട് ലൈറ്റ് ഫ്രം കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്. അപ്പൊ ഓപ്പോസിറ്റ് ഒരു ഈ ആംബുലൻസ് നേരെ ചെല്ലുന്ന സമയത്ത് ഓപ്പോസിറ്റ് പകല് നമുക്ക് എല്ലാവർക്കും നമുക്ക് ആ ഒരു പാറ്റേൺ കാണാൻ പറ്റുമെങ്കിലും രാത്രി കാലങ്ങളിലാണ് ഇത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആവുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നോ മറ്റു ടോർച്ചുകളൊക്കെ അടിക്കുന്ന സമയത്ത് ലൈറ്റ് വരുമ്പോ ഈ പാറ്റേൺ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ എല്ലാം കുറച്ചും കൂടി നമുക്ക് വ്യക്തമായിട്ട് ഈ പാറ്റേൺസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവും നേരെ വരുന്നത് എന്താണ്, മുന്നിലൂടെ കടന്നു വരുന്നത് ഒരു ആംബുലൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കണം എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിട്രോ റിഫ്ലക്റ്റീവ് ആണ്, അതായത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പാറ്റേണുകൾ പുതിയ ആംബുലൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുൻപ് കാലങ്ങളിൽ ജസ്റ്റ് പെയിന്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് അത്രയും രീതിയിൽ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളതൊന്നും അല്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു നല്ല വെളിച്ചം വരുമ്പോൾ മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ പുതിയ ആംബുലൻസുകൾ കുറച്ചുകൂടി അത് എന്താ പ്രതിഫലിക്കുന്ന രീതിയിൽ അപ്പൊ ആ കളറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് ആ ലൈറ്റ് എടുക്കുന്നത് തോന്നുകയും അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു വാഹനത്തിന് മനസ്സിലാവും ഇതൊരു ആംബുലൻസ് ആണ് വരുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള വഴി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പെയിന്റിങ്ങും കാര്യങ്ങളും ഇങ്ങനെയുള്ള പാറ്റേൺസ് ഉപയോഗിച്ചിട്ട് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? നെക്സ്റ്റ് അനദർ പാസീവ് മാർക്കിംഗ്സ് ഫ്രം ദിസ് ദ വേർഡ് ആംബുലൻസ്. ഇനി ഒരെണ്ണം നമ്മൾ പറഞ്ഞതാണ് ഈ പാസീവ് ആയിട്ടുള്ളത്, നമ്മൾ പറയുന്നതല്ലേ അവർ കണ്ടു മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആ ഒരു വാഹനത്തിന് മുകളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞ പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ്. നമ്മൾ കണ്ടിട്ടില്ലേ ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് ആംബുലൻസ് എന്ന വാഹനത്തിന്റെ മുകളിൽ ഫ്രണ്ട് ഏരിയയിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? എങ്ങനെ എഴുതിയിട്ടുണ്ടാ? എങ്ങനെ എഴുതിയിരിക്കുക? നോർമൽ ആയിട്ടുള്ള സാധാ രീതിയിൽ തന്നെയാണോ എഴുതിയിട്ടുണ്ടാവുക? ആണോ? അതെ, റിവേഴ്സ് ആയിട്ടായിരിക്കും അല്ലെ, റിവേഴ്സിലായിരിക്കും എഴുതിയിരിക്കുക. എന്തിനു വേണ്ടി അങ്ങനെ റിവേഴ്സിൽ എഴുതുന്നത്? അതായത് നമ്മളിപ്പോ ഒരു വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ അവര് ഏതിലൂടെ അവര് നമ്മുടെ ബാക്കിൽ വരുന്ന വാഹനത്തെ നോക്കുന്നത്? ബാക്കിലൂടെ തിരിഞ്ഞാണോ നോക്കുന്നത്? അല്ല, അവരെങ്ങനെയാ നോക്കുന്നത്? അവരുടെ സൈഡിലുള്ള മിററിലൂടെ അല്ലെ, റിയർ വ്യൂ മിററിലൂടെ അല്ലെ അവർ നോക്കുന്നത്. അപ്പൊ ആ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഈ ആംബുലൻസ് എന്നുള്ളത് നേരെ തിരിച്ചാണോ നമ്മുടെ ആംബുലൻസിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവുക? അപ്പൊ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, മറ്റുള്ള വാഹനങ്ങളിലുള്ളവർക്ക് ബാക്കിൽ നിന്ന് വരുന്ന ഒരു ആംബുലൻസ് ഉണ്ടെങ്കിൽ ആ ആംബുലൻസ് ഒരു ബാക്കിൽ നിന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് എഴുതിയത് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ളൊരു നേരെ തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഈ അതേസമയം നോർമൽ ആയിട്ട് ആംബുലൻസ് എന്ന് തന്നെയാണ് എഴുതിയെങ്കിൽ അവർ നോക്കുന്ന സമയത്ത് അവർക്ക് ആംബുലൻസ് ആണെന്ന് ക്ലിയർ ആവോ? അവരുടെ ക്യാമറയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മിററിൽ നോക്കുന്ന
നോക്കുന്ന സമയത്ത് നേരെ റിവേഴ്സ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പൊ അത് ഒരു പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. ആ ഒരു വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് അല്ലെ, രണ്ടെണ്ണമാണ് നമ്മൾ പാസീവ് മാർക്കിങ്ങിൽ വരുന്നത്, പാസീവ് വിഷ്വൽ മാർക്കിങ്ങിൽ വാർണിംഗിൽ വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് ബാറ്റൻബർഗ് മാർക്കിംഗ്, അതായത് ആ പാറ്റേൺ അനുസരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ് മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളിൽ ഉള്ളത്. രണ്ടാമത് പറഞ്ഞത് ആ ഒരു ആംബുലൻസിന്റെ വേർഡ്, ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് ലോക്കൽ ലാംഗ്വേജിൽ, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ആ ഒരു ആംബുലൻസ് ഉള്ളിൽ എഴുതിയിരിക്കുന്നത്, അതെങ്ങനെയായിരിക്കും? റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ, ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ റിവേഴ്സ് ആയിട്ട് അല്ലെ നേരെ തിരിച്ചായിട്ട് എഴുതിയിരിക്കുക. ദിസ് എനേബിൾ ഡ്രൈവേഴ്സ് ഓഫ് അതർ വെഹിക്കിൾ ടു സിംപിളി ഐഡന്റിഫൈ approaching ambulance in their rear view mirror. അല്ലെ, അവരുടെ ആ ഒരു മിററിലൂടെ അവർ ബാക്കിൽ വരുന്ന വാഹനത്തെ നോക്കുന്ന സമയത്ത് ഈ ആംബുലൻസ് എന്ന് റിവേഴ്സിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മിററിൽ കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് വായിക്കാനായിട്ട്, സിംപിളി വായിക്കാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവർ എഴുതിയിരിക്കുന്നത്. ആംബുലൻസസ് മേ ഡിസ്പ്ലേ ദ നെയിം ഓഫ് their ഓണർ ഓർ ഓപ്പറേറ്റർ. അതുപോലെ തന്നെ ആംബുലൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു നെയിം, ഓണറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ നെയിമുകൾ ആംബുലൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്ന ചാരിറ്റിയുടെ എന്നുള്ള രീതിയിലുള്ള പേരുകൾ കണ്ടിട്ടുണ്ടാവും, ആംബുലൻസിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ പേരോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാരിറ്റി ആണെങ്കിൽ ഇന്ന ചാരിറ്റിയുടെ കെയർ ഓഫിലുള്ളതാണെന്നുള്ള പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആംബുലൻസിന് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എമർജൻസി ടെലിഫോൺ നമ്പർ ഓഫ് ദ ആംബുലൻസ് സർവീസ് അല്ലെ, ഒരു എമർജൻസി ടെലിഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ ആംബുലൻസിന് മുകളില്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ ആ ഒരു നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി ആ ഒരു ആംബുലൻസ് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നീട് നമുക്ക് ഒരു ആവശ്യം വന്നാൽ പോലും ആ ഒരു നമ്പർ നോട്ട് ചെയ്ത് നമുക്ക് വിളിച്ചാൽ ആ ഒരു ആംബുലൻസിന്റെ സേവനം നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എമർജൻസി ടെലിഫോൺ നമ്പറുകളൊക്കെ ആംബുലൻസ് സർവീസിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു ആംബുലൻസിന് മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ് അല്ലെ. അതുപോലെ ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്മുടെ പാസീവ് ആയിട്ടുള്ള സിംബലുകൾ കണ്ടല്ലോ, നമ്മള് ഈ ഒരു സിംബലിലെ ഏതെങ്കിലും ഒക്കെ സിംബലുകളോ ആ ഒരു ആംബുലൻസിന് പുറത്ത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ഇനി ഒന്ന് ആംബുലൻസ് ഒക്കെ പോകുന്നത് റോഡിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, അതിന് പുറത്ത് എന്തൊക്കെയാണോ ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. അപ്പൊ പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യത്തെ പറഞ്ഞതാണ് ബാറ്റൻബർഗ് മാർക്കിംഗ്. ആ മാർക്കിംഗ് മോഡേൺ ആയിട്ടുള്ളതിലാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ ആ വേർഡ്, ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മുടെ ആംബുലൻസിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അവർ ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത്, അവരുടെ ആ ഒരു മിററിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് സിംപ്ലി ആ ആംബുലൻസ് ആണെന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞു എന്താ, ആ പേഷ്യൻസ് അവരുടെ എന്താണ് ഇങ്ങനെയുള്ള സിംബലുകളും ആ ഒരു ആംബുലൻസിന് മുകളിൽ ഉണ്ടായിരിക്കും. അതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാണെങ്കിൽ അതിന് ഉടനെ തന്നെ ഈ ഒരു ആംബുലൻസ് സേവനം ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള എമർജൻസി ടെലിഫോൺ നമ്പറുകൾ അവയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ആ ഓപ്പറേറ്ററുടെയോ അല്ലെങ്കിൽ ആ ഒരു ഓണറുടെ നെയിമും അഡ്രസ്സും ഒക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഇതിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വഴി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആംബുലൻസ് സേവനം ആവശ്യമായിട്ട് വരാണെങ്കിൽ അവരെ ഉടനടി അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ആ ഒരു സേവനം ലഭ്യമാക്കാനും പറ്റും. ക്ലിയർ ആയോ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കാം എന്താന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്താണെന്നൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ എന്തൊക്കെ വരും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. നമുക്ക് എന്തൊക്കെയാ ആംബുലൻസിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട്, ഇത് നമുക്ക് ആ ഒരു വാഹനത്തിന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്. കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വാർണിംഗ്സ് എന്തൊക്കെയാ? എന്താണ്? ലൈറ്റുകൾ കണ്ടിട്ടില്ലേ? ഫ്ലാഷിംഗ് ലൈറ്റുകള് ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ആംബുലൻസിൽ പോകുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യും? ഫ്ലാഷിങ് അല്ലെ, മിന്നിത്തിളങ്ങുന്ന രീതിയിലുള്ള ലൈറ്റ് അല്ലേ? പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യുന്നില്ല, മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് അല്ലെ. അങ്ങനെയുള്ള ലൈറ്റിങ്ങുകൾ വഴി നമുക്ക് ഒരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. അങ്ങനെയുള്ള ലൈറ്റിങ് സേവൻ എന്ന് പറയുമ്പോൾ അത് ഓഡിബിൾ ആണ് കേട്ടോ. ഓഡിബിൾ ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. ഓഡിബിൾ വാർണിംഗില് സേവനങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓഡിബിൾ എന്ന് പറയുമ്പോൾ സൗണ്ടിന്റെ ഇതിലാണല്ലോ വരുന്നത്. അത് സൗണ്ടിന്റെ രീതിയിലുള്ള വാർണിംഗാണ്.
ആക്റ്റീവ് ആകുമ്പോൾ വരുമ്പോൾ അത് പ്രധാനമായിട്ടും വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. അപ്പൊ പല രീതിയിലുള്ള ലൈറ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒത്തിരി ലൈറ്റുകൾ അവൈലബിൾ ആണ്. അത് ഓരോ ആംബുലൻസിനനുസരിച്ച് അവരുടെ പ്രത്യേകതകൾ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതുപോലെ ഓഡിബിൾ ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സും ഉണ്ട്. ഓഡിബിൾ ആയിട്ടുള്ള വാർണിംഗ് എന്ന് പറയുമ്പോൾ സൈറനുകളൊക്കെ വരും അല്ലെ? നമ്മുടെ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കില്ലേ ആംബുലൻസ് പോകുന്ന സമയത്ത്? അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ, ആ ഒരു ആംബുലൻസിൽ പോകുന്ന സമയത്ത് ഈ സൈറണൊക്കെ കിട്ടുന്ന സമയത്ത് ഓരോ ടൈപ്പ് ഓഫ് പേഷ്യൻസ് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഈ സൈറണുകളിൽ മോഡുലേഷൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? എല്ലാം ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ ഓരോന്നിനും ആ സൗണ്ട് അല്ലെങ്കിൽ ആ ഇടുന്ന ആ ഒരു സൈറൻ വ്യത്യാസമായിരിക്കും. അതിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള വോയിസ് മോഡുലേഷൻസ്, സൗണ്ട് മോഡുലേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി എന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇനി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും ആൻഡ് ഓഡിബിൾ വാർണിംഗും എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ടൈം കംപ്ലീറ്റ് ആയി. ഇത്രയും എടുത്താലും ഇന്ന് എടുത്ത ഭാഗം എല്ലാം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ, നാളെ നെക്സ്റ്റ് ക്ലാസ് നാളെ ഇല്ലേ നിങ്ങൾക്ക്? നാളെ ഫ്രൈഡേ അല്ലേ? നെക്സ്റ്റ് ഇല്ലേ? അപ്പൊ നാളെ വരുമ്പോ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇനി നെക്സ്റ്റ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും ഓഡിബിൾ വാർണിംഗ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? താങ്ക് യു. Thank you, ma'am. Thank you, ma'am.